അപ്പോൾ ഇപ്പോൾ ഒരാണിനൊരു പെണ്ണിനോട് പ്രണയമുണ്ട് ഈ പാട്ട് പ്ലേ. ഇപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയോട് എനിക്ക് പ്രണയമുണ്ട് ഇവിടെ നിന്നിട്ട് ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ ഒക്കെ ആ പാട്ടിലൂടെ പ്രണയം പറയാം. പറഞ്ഞ കുറെ ആളുകൾ. ചോദിക്കുകയാണെങ്കിൽ പറയല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഇല്ല, പാട്ട് ഞാൻ പാടിയതല്ലേ. പാട്ട് പാടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റിയ കാര്യങ്ങൾ പാട്ടായിട്ട് എഴുതുക എന്നുള്ളത്. അതാണ് എത്ര നാളിലൊക്കെ ലിറിക്സ് അങ്ങനെ വന്നത്. ഇപ്പോൾ സുലൈഖ മനസ്സിലെ ആ പാട്ട് വന്നപ്പോഴാണ് എനിക്കും അത് തോന്നിയത്. ഭയങ്കര രസമുള്ള പാട്ടാട്ടോ. അത് ആണോ? ഞാൻ ശരിക്കും ആലോചിച്ചത് ഭയങ്കര സിമ്പിൾ സോങ്, പക്ഷെ ഭയങ്കര നല്ല രസമുള്ള വൈബാ. താങ്ക് യു. നല്ല അതിന്റെ മ്യൂസിക്കും ലൈനുകളും ഒക്കെ, അതിന് ലുക്കിന്റെ ഡാൻസും കൂടെ ഒക്കെ ഭയങ്കര അല്ലേ? രസമായിരുന്നു. പിന്നെ ആ പാട്ടിന് എനിക്ക് കിട്ടിയൊരു ലക്കി എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹിറ്റാവുന്ന ആ, പാട്ടാണ്. ഉവ്വ്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ബംഗാളി പാടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ റോഡ് സൈഡിലിരുന്ന് ആ പാട്ട് വെച്ച് ഡാൻസ് ആടും. അങ്ങനെ പാടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അത് ആർക്ക് വേണേലും പാടാലോ, അത്ര ആർക്ക് പാടാം, സിമ്പിൾ സിമ്പിളാണ്. സോങ് ആണ്. അല്ല, എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സംഗീതം ഒന്നും അറിയില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അറിയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ എല്ലാ ആളുകൾക്കും പാടാൻ കഴിയുന്ന പാട്ടുകളാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു പാട്ടുകാരനായത്. ഹെവി സംഗതികളൊന്നുമില്ല, ഏതൊരു മനുഷ്യനും പാടാം. പാടാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ പാട്ട് പാടാം. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ, എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവിലായി മധുവൂറും പൂവാകുമോ. അപ്പോൾ അതൊരു കുട്ടിയോട് പറയാൻ പറ്റിയ സാധനമല്ലോ. നീ വന്നാൽ ഞാൻ ഇങ്ങനൊക്കെ നോക്കാം. ഇങ്ങനെയൊക്കെ ഒരു സെറ്റ് ആക്കി പ്രണയലേഖനാണ് സത്യത്തിൽ എത്ര നാളൊക്കെ. മിക്കവാറും പാട്ടുകളല്ലേ, ആ. ഒരുവിധം എല്ലാ പാട്ടുകളും ഇങ്ങനെയാണ്. അതെ, അതെ, അതെ. പിന്നെ കുറച്ച് വിരഹം കൂടുതലൊക്കെ ഇങ്ങനെ ചില പാട്ടുകൾ ഉണ്ട്. നമ്മൾ കയറ്റും. നൗ ഐ ഗെറ്റ് ഇറ്റ്. എന്തുകൊണ്ടാണ് പാരന്റ്സ് പിടിച്ച് ആദ്യം കെട്ടിച്ചത്? അതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നാട്ടിലൊരു മറ്റേ കാസനോവയായി മാറിയത്. അല്ല, അത് ഞാൻ പറയാറുണ്ടായിരുന്നു. ദൈവം എന്നെ ഒന്ന് സംരക്ഷിച്ചതാണ് സത്യത്തിന്. കാരണം എന്നെ ഒന്ന് ഒരു ലേശം ഫെയിമുള്ള ഒരാളാക്കി തീർക്കുക. കാരണം നാളെ അന്നമോൾ എന്ന് പറയുന്ന ഒരാൾ വരാനുണ്ട്. ഉണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി ഇവനെ സേഫാക്കണം എന്ന് തോന്നി, അതുകൊണ്ടാവാം. ഒരു ലോക്ക് ഇട്ടതായിരിക്കും ഒരു ലോക്ക് ഇട്ടതായിരിക്കാം. അല്ലേ? അപ്പോൾ അന്നമോളെ ഞാൻ എല്ലായിടത്തും പറയലില്ല, ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം ദൈവത്തിന് തോന്നിയത് കൊണ്ടാവാം എന്നെ അങ്ങനെ സേഫാക്കി കൊടുന്നു. അപ്പോൾ എന്നെ ഒരു കലാകാരനാകുമ്പോൾ കുറച്ചും കൂടി ആളുകൾ അറിയും. അതുവഴി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു തുറന്ന പുസ്തകമാണ്, എന്നിലെല്ലാം ഉണ്ട്.